പക്ഷേ ആദ്യം പഠിച്ച റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് നോട്ട് ടേക്കിംഗ് എ ട്രേഡ് ഈസ് ഓൾസോ എ ഗുഡ് ട്രേഡ് എന്നാണ്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് ഒരാൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. 10th തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ഫ്രം ദ സ്കൂൾ സെക്ടറിൽ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് പവർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് യൂട്യൂബ് നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ എല്ലാവരും പഠിച്ചിരിക്കണം. സോ ആർക്ക് വന്നിട്ടും ഇത് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. ഹലോ എവരിവൺ, അപ്പോൾ നമ്മൾ കൂടെ എന്നുള്ളത് അബ്ദുൾ റൌഫാണ്, നമ്മളുടെ മാർച്ച് ബാച്ചിലെ, അതായത് സ്റ്റോക്ക് കോഡിൻ്റെ മാർച്ച് ബാച്ച് സ്റ്റുഡൻ്റാണ്. ഒരു സ്റ്റോക്ക് കോഡ് സ്റ്റുഡൻറ്റ് എന്നതിനുപരി ഒരു ഓൺടർപ്രണറും കൂടിയാണ്, ബിസിനസ് ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പോൾ വെൽക്കം ടു ദ ഷോ. ഹായ്. അപ്പോൾ എങ്ങനെയാണ് ട്രേഡിങ്ങിലേക്ക് എത്തിയത്? ആക്ച്വലി ഞാനൊരു 2012 തൊട്ടിട്ട് UAE സെറ്റിൽഡ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവിടെ കുറച്ച് ഫോറക്സ് ട്രേഡ് ചെയ്യാനുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായി. ആക്ച്വലി ആ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ട് ലോജിക്കില്ല. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഗോൾഡ് മാർക്കറ്റ് താഴെയാണെങ്കിൽ ആ സ്പോട്ടിൽ പോയി ബൈ ചെയ്തിടുക, പിന്നെ പ്രൈസ് ഹൈക്ക് കയറി വരുമ്പോൾ അത് നമുക്ക് സെല്ല് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് സെറ്റപ്സാണ് ഉണ്ടായിരുന്നത്. നോർമലി ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ ഫണ്ട് ഇട്ട് ഹോൾഡ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യമായിട്ടൊരു സെറ്റപ്സോ ഒരു സ്ട്രാറ്റജിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നമ്മുടെ പാൻഡമിക് വന്ന സമയത്താണ് കൂടുതലും ഈ ഒരു ഇൻഡസ്ട്രി തന്നെ, ട്രേഡിംഗ് ഇൻഡസ്ട്രി തന്നെ ഒന്ന് ബൂമായി വന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നോക്കുവാണെങ്കിൽ ഒരു 10 റീൽസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 എണ്ണം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയോ സ്റ്റോക്കിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ എൻ്റെ അകത്ത് ഉണ്ടാവുക. സോ അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം എന്ന് തോന്നി. പക്ഷേ അതിന് മുന്നേ ഞാൻ കുറച്ച് ടെലിഗ്രാം കോൾസ് എല്ലാം എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോക്കിൽ ഇൻവെസ്റ്റൊക്കെ ചെയ്തു. കുറച്ച് പ്രോഫിറ്റ് കിട്ടി, പിന്നെ കുറച്ച് ലോസ് വന്നു. ബിക്കോസ് അതിൻ്റെ ഒരു കറക്റ്റായിട്ട് ലോജിക്കോ സ്ട്രാറ്റജീസോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ട്രേഡിങ് പഠിച്ചാലോ ഒരു ചിന്ത വന്നത്. ഫോറക്സ് തന്നെയാണ് ഉദ്ദേശിച്ചത് പഠിക്കാൻ, ബിക്കോസ് ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാരണം. അങ്ങനെ ഞാൻ SMKയിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ എത്തി. പിന്നെ ഇവിടെ വന്ന് മെൻറ്റേഴ്സായിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഞാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സ്റ്റോക്ക് കോഡ് ബാച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ബിസിനസ്സുകൾ കുറേ ഉണ്ട് എന്നറിയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ പോകുന്നത്? ബിസിനസ് കുഴപ്പമില്ല. അത് ഓൾറെഡി ഫാമിലി ഓൺ ബിസിനസ്സാണ്. അപ്പോൾ അത് റൺ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ആക്ച്വലി ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്നത് അത് ഒരു സെപ്പറേറ്റ് സെക്ടറായിട്ടല്ല. എനിക്കൊരു അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അതായത് ആസ് എ ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ എന്ന പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ട്രേഡിങ്ങിനെ കാണുന്നത്? ഒരു ഗാംബ്ലിങ്ങിലാണോ കാണുന്നത്, അല്ല ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം അതിന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരിതുണ്ടോ? ഈ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ ഒരിക്കലും ട്രേഡിങ്ങിന് ഗാംബ്ലിംഗ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞൊരു വിഡ്ഢിത്തരം തന്നെയാണ്. ബിക്കോസ് അത് കൃത്യമായിട്ട് പഠിക്കാനും അതിനെപ്പറ്റി അറിയാനും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ആക്ച്വലി ഉണ്ട് ഇവിടെ. നിസ്സാരമായിട്ട് പഠിക്കണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം അതിനെപ്പറ്റി മനസ്സിലാക്കാം. പിന്നെ ഞാൻ മൾട്ടിപ്പിൾ സെക്ടറിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രേഡിങ് ഞാനൊരു സൈഡായിട്ട് ചെയ്യുന്ന അങ്ങനെയല്ല. ബിക്കോസ് ഈ ട്രേഡിങ്ങും ഒരു ബിസിനസ് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു സ്കിൽ ബിസിനസ്സാണ്. ആക്ച്വലി ഈ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മോശമല്ലാത്തൊരു ക്യാപിറ്റൽ വേണം. ബിക്കോസ് നേരത്തെ നമ്മൾ ബിസിനസ്സിൽ കസ്റ്റമറിനെ കാറ്റഗറൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സും അതനുസരിച്ചിട്ടുള്ള സർവീസും നമ്മൾ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ്സും വേൾഡ് ക്ലാസ് സർവീസും കൊടുക്കണം. അത് ഏത് കസ്റ്റമർ ആയാലും ആ ഒരു സർവീസ്, അത് ബെസ്റ്റ് സർവീസാണ് അവർ നോക്കുന്നത്. സോ ആ രീതിയിൽ നമ്മളൊരു ബിസിനസ് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ മിനിമം ഒരു 20 lakh പ്ലസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. അത് കേരളത്തിലാണെങ്കിൽ തീർച്ചയായും അത് വേണം, നിർബന്ധം. ഈ 20 lakhs നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബിസിനസ്സിലേക്ക്, ആ ബിസിനസ് എന്ത് പ്രൊഡക്റ്റാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിലേക്ക് ആ 20 lakhs എത്താൻ പോകുന്നില്ല. ബിക്കോസ് ഇൻഫ്രാസ്ട്രക്ചർ, ബിക്കോസ് നമുക്ക് ഒരു ഷോറൂം വേണം, അതിന് ഇൻറ്റീരിയർ ചെയ്യണം, പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യമുള്ള മറ്റ് പല സാധനങ്ങൾ, മാർക്കറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊന്നും റിട്ടേൺ കിട്ടുന്ന ക്യാഷല്ല. നമ്മൾ 20 ലക്ഷം അതിൻ്റെ അകത്ത് മുടക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിലേക്ക് വെറും 5-6 ലക്ഷമാണ് മുടക്കാൻ കഴിയുള്ളൂ. ബിക്കോസ് ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഷോറൂം ഫർണിഷിങ്ങിനും മറ്റ് എക്സ്പെൻസസിനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാലും ഈ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഒരു എമൗണ്ട് വേണം. സോ 20 lakhs ഉണ്ടെങ്കിൽ 10 lakhs അങ്ങനെ പോയി 5 lakhs പ്രൊഡക്ട്സിലേക്ക്, പിന്നെ ഇത് ബിസിനസ് റൺ ചെയ്യാനായിട്ട് വീണ്ടും 5 lakh വേണം. ഈ ബിസിനസ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10 lakhs ഓൾമോസ്റ്റ് ലോസാണ്.
പക്ഷേ നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കിതിൻ്റെ പകുതി ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആരുടെയും സഹായങ്ങളില്ലാതെ സ്വന്തമായിട്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ ഒരു മൾട്ടിപ്പിൾ സെക്ടറിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. സോ ഞാൻ ഈ ട്രേഡിങ്ങിലേക്ക് വന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ സെക്ടർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇനി ഫ്യൂച്ചറിൽ ഒരു ബെസ്റ്റ് ബിസിനസ് സെക്ടർ എന്ന രീതിയിൽ ട്രേഡിങ് ഒരു പക്ഷേ വളരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കാകെ വേണ്ടത് നല്ല സ്ട്രാറ്റജി, നല്ല മൈൻഡ് സെറ്റ്, പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെക്ടറാണ് ട്രേഡിങ്. സോ നമ്മൾ നോർമലി ഒരു ബിസിനസ്സായിട്ട് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഒരു നമുക്കിപ്പോൾ കസ്റ്റമറെ കാറ്റഗറൈസ് ചെയ്തൊക്കെ നേരത്തെ ബിസിനസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കഴിയില്ല. ബിക്കോസ് എല്ലാ കസ്റ്റമേഴ്സിനും ആവശ്യം വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ്സും വേൾഡ് ക്ലാസ് സെറ്റപ്സുമാണ്, സർവീസും. സോ നമ്മളത് കൊടുത്ത് ചെയ്യണമെങ്കിൽ മിനിമം ക്യാപിറ്റൽ ഒരു 20 lakhs എബോവ് മിനിമം വേണം. ഈ 20 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് മാത്രമായിട്ട് നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് എത്തിക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്കൊരു ഷോറൂം വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഏജൻസി ആവും. അതിനെടുക്കുന്നതൊക്കെ അതിന് കോസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഷോറൂം ഫർണിഷിങ്, സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നു, അവരുടെ സാലറീസ്, പിന്നെ അങ്ങനെ കുറേ എക്സ്പെൻസസ് ഇതിൻ്റെ അത് വരുന്നുണ്ട്. സോ നമുക്കൊരു 20 lakhsന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 5 lakhs ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റിലേക്ക് നമുക്ക് ക്യാഷ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫണ്ട് ഫ്ലോ വേണം. സോ അത് ട്രേഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പും പീസ് ഓഫ് മൈൻഡും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ, അതായത് ഇപ്പോൾ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് നോക്കിയാൽ നമ്മൾ എവിടെയും ഒരു 12th വരെ പഠിച്ചാലും അവിടെ എവിടെയും ഒരു ട്രേഡിങ്ങോ മണി മാനേജ്മെൻറ്റ്, ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്കവിടെ മിസ്സിങ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോട് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ ഇവിടെ വന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 10th തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ളൊരു ക്ലാസ് ഫ്രം ദ സ്കൂൾ സെക്ടറിൽ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് പവർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ കുട്ടികളുടെ എടുക്കണ്ട, നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ കാൻഡിഡേറ്റ്സും അവരുടെ നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഇൻകം, അവരുടെ അസറ്റിനെ പറ്റിയും കൂടെ നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. അതിൽ നമ്മൾ കണ്ടതും കേട്ടതുമാണ് ആക്ച്വലി നമ്മുടെ ഇപ്പോൾ ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. പിന്നെ നമ്മുടെ TDU സുപ്രീമോ ചന്ദ്രബാബു നായിഡു, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഓൺ ചെയ്തിരുന്ന സ്റ്റോക്ക്, അത് എങ്ങനെയാണത് റൺ ചെയ്തത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നമ്മുടെ ഇന്ത്യ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ കയ്യിൽ എത്രമാത്രം സ്റ്റോക്കുണ്ട്, അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ നിസ്സാരമായിട്ട് ഇതിനെ കാണുന്ന ആൾക്കാരാണ്. മീൻസ് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇത് പഠിപ്പിച്ച് ഫ്രം ദ 10th സ്റ്റാൻഡേർഡ് തൊട്ട് ഇതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി എന്തായാലും പറഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ അയാളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിലുള്ള മക്കളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ ഇതിലേക്ക് അവർ ഹാബിറ്റായിട്ട് കൊണ്ടുവരാനും വളരെ നല്ലൊരു കാര്യമാണ്. അതങ്ങനെ ചെയ്യണം. ബിക്കോസ് നമ്മളൊരു 10th കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠിക്കുന്ന ടൈം തൊട്ട് ചെറിയൊരു എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാമെങ്കിൽ നമുക്കൊരു 40 to 45 ഇയേഴ്സിൻ്റെ ടൈമിൽ കിട്ടുന്ന ആ എമൗണ്ടിൻ്റെ ഗ്രോ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതായത് എനിക്ക് ചോദിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാർ പറയും, അതായത് എനിക്ക് ട്രേഡിങ്ങിൽ എല്ലാവരും കാണുന്നത് തന്നെ ഒരു ഒറ്റ 2 ബട്ടണിൽ തീരുന്നൊരു സംഭവം, അതായത് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. എല്ലാവർക്കും വേണ്ടത്, കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഈ 100% പ്രോഫിറ്റ് വേണം, അല്ലെങ്കിൽ 200% പ്രോഫിറ്റ് വേണം. നമ്മളിപ്പോൾ മുകേഷ് അംബാനിയുടെ എടുത്താൽ ലാസ്റ്റ് ഇയറിൽ പുള്ളി എടുത്തത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് തന്നെ പുള്ളി 27% ആയിരുന്നു കമ്പനീൻ്റെ പ്രോഫിറ്റ് എടുത്തത്. അതിൻ്റെ മുമ്പത്തെ വർഷം പുള്ളി ബുക്ക് ചെയ്തത് ഏകദേശം 19% ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് അത്രയും വലിയ ഓൺടർപ്രണേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ് ചെറിയ പെർസെൻറ്റേജുകളാണ് ബിസിനസ്സിൽ നിന്ന് ബുക്ക് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ ഈ ട്രേഡിങ്ങിൽ നിന്ന് 100%, 200% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഓക്കെ, ആസ് ഒരു ബിസിനസ് മാൻ കൂടിയാണ്, അപ്പോൾ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഇപ്പോൾ? ആസ് എ ട്രേഡർ ആക്ച്വലി ഇത്രയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. നമുക്ക് ബിസിനസ്സിൽ ഒരു പ്രോഫിറ്റ് വരണമെങ്കിൽ നമ്മൾ ഒത്തിരി കടമ്പ അതിൻ്റെ അകത്ത് കിടക്കാനുണ്ട്. മീൻസ് നമുക്ക് ഒരു മാസത്തെ എക്സ്പെൻസ് അതിൽ മീറ്റ് ചെയ്യണം. അതിൽ നമുക്ക് പേറോൾ, സാലറീസ് വരും, റെൻറ്റ് വരും, പിന്നെ ഇലക്ട്രിക്കൽ എക്സ്പെൻസസ് ഒക്കെ വരും. അത് കഴിഞ്ഞിട്ട് ഒരു വരുന്നൊരു എമൗണ്ടാണ് നമുക്ക്, നമ്മുടെ ബ്രേക്ക് ഈവൻ കഴിഞ്ഞ് വരുന്ന എമൗണ്ടാണ് നമുക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റായിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ. അതും പിന്നെ
നമുക്ക് ഫണ്ട് ഫ്ലോ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് വീണ്ടും സെപ്പറേറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് മാറ്റി വെക്കേണ്ടി വരും. പക്ഷേ ആസ് എ ട്രേഡർ നമുക്ക് വേറെ യാതൊരു എക്സ്പെൻസസും ഇല്ല. നമുക്കാകെ വേണ്ടത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ, നല്ലൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു PC, പിന്നെ ഒരു പീസ് ഓഫ് മൈൻഡ് മാത്രം മതി. നല്ല സ്കില്ലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വേറെ യാതൊരു എക്സ്പെൻസസും വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ട്രേഡ് ചെയ്യാം. പക്ക റൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് തന്നെ വരും. അതെ അതെ, അത് ഞാൻ കാണാറുണ്ട് എപ്പോഴും പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുന്നൊക്കെ. അപ്പോൾ സ്റ്റോക്ക് കോഡ് ചൂസ് ചെയ്തിട്ട് പല സ്ട്രാറ്റജീസും പഠിച്ചു. ഇപ്പോൾ എനിക്കൊന്ന് ക്ലാസ്സിൻ്റെ ഹാഫായി. അപ്പോൾ ഇതുവരെയുള്ള സ്ട്രാറ്റജീസ് വെച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തെന്ന് അറിയാം. അപ്പോൾ എന്ത് തോന്നി ഇപ്പോൾ? ആക്ച്വലി ഞാനിവിടെ പഠിച്ചിട്ട് എനിക്ക് എന്തായാലും എനിക്കത് ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് ഞാൻ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട്സൊക്കെ ഇവിടെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ആദ്യം പഠിച്ച റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് നോട്ട് ടേക്കിംഗ് എ ട്രേഡ് ഈസ് ഓൾസോ എ ഗുഡ് ട്രേഡ് എന്നാണ്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് ഒരാൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. കാരണം എല്ലാ ദിവസവും ട്രേഡ് എടുക്കണമെന്നില്ല. നമുക്ക് നമ്മുടെ പൊസിഷനിൽ നമ്മുടെ രീതിക്ക് അനുസരിച്ച് ഒരു മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ബൈയോ സെല്ലോ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് എടുക്കുക. അതിപ്പോൾ എല്ലാ ദിവസവും ചെയ്ത് പ്രോഫിറ്റ് കിട്ടണം എന്നില്ല. നമുക്ക് എന്നാണോ പെർഫെക്റ്റായിട്ട് വരുന്ന ദിവസം നമ്മുടെ മാർക്കറ്റ് നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് വരുന്നു, അന്ന് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് തന്നെ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ അകത്തിപ്പോൾ അഗ്രസീവ് ട്രേഡിങ് ചെയ്തിട്ട് കാര്യമില്ല, റിവെഞ്ച് ട്രേഡിങ് ചെയ്യരുത്, ഓവർ ട്രേഡ് ചെയ്യരുത്. അതൊക്കെ നോർമൽ റൂൾസാണ് ഇതിൻ്റെ. അതൊക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് തന്നെ വരുള്ളൂ. സത്യമാണ്. പല ആൾക്കാരുടെയും പോർട്ട്ഫോളിയോ പണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ആ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺസ് കാണുമ്പോൾ തന്നെ നമുക്കതിലൊരു ഇത് തോന്നാറുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പോൾ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങി, ഇപ്പോൾ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ റഫ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു പഠിക്കണം എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ ഈ നമ്മുടെ ലാസ്റ്റ് പാൻഡമിക് വന്നു. അതാണ് ശരിക്കും എല്ലാവരും ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഒരു ജോലിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഇൻകം എന്നുള്ള രീതിയിൽ ഇപ്പോൾ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഏത് രീതിയിൽ പൊക്കോട്ടെ, നമുക്കത് വിഷയമല്ല. നമ്മൾ മാർക്കറ്റ് നോക്കിയിട്ട് ഒന്നല്ലെങ്കിൽ അത് നമുക്ക് ബൈ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യാവുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ അവസരം നമുക്ക് നമ്മുടെ റൂമിൽ നമ്മുടെ വീടിൻ്റെ അകത്തിരുന്ന് തന്നെ കിട്ടുകയാണ്. നമുക്ക് പുറത്ത് പോകേണ്ട. പാൻഡമിക്കാണ്, ലോക്ക്ഡൗൺ ആണ്, ഹർത്താലാണ്, ഒന്നും ഒരു വിഷയമല്ല. നമുക്ക് പീസ് ഓഫ് മൈൻഡും ലോജിക്കും നല്ല സ്ട്രാറ്റജിയും ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അതെ അതെ, നമുക്ക് ഏതൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ടും ട്രേഡ് ചെയ്ത് നമുക്കൊരു നമുക്കതിന് വേണ്ടത് ഒരു സ്ട്രാറ്റജിയും നമ്മുടെ മൈൻഡ് സെറ്റുമാണ്. ഇപ്പോൾ സ്ട്രാറ്റജീസ് നമ്മൾ പല ആൾക്കാരും പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് ദെൻ ഒരു 1 വീക്ക് കഴിയുമ്പോൾ അടുത്തത് കാണുമ്പോൾ അതിൻ്റെ ബാക്ക് പോകാറുണ്ട്. എന്താണ് ഇതുവരെയുള്ള ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വേറൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യണം, ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ വേറൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്നുള്ളത്? ആക്ച്വലി ഞാൻ 1-2 സ്ട്രാറ്റജീസ് ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്കൊരു സ്ട്രാറ്റജിയിൽ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. ബിക്കോസ് അതൊരു മിനിമം പറയുന്ന പോലെ ഒരു 100 ട്രേഡ്സ് എങ്കിലും മിനിമം അതിലെടുത്താലാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഞാനിപ്പോൾ വീണ്ടും ആ ഒരു സ്ട്രാറ്റജി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും ഇപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് ട്രേഡിങ് പഠിച്ചാൽ മതിയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയുക? യൂട്യൂബ് നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പോട് കൂടിയിട്ടോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ വേറെയാണ്. ബിക്കോസ് നമുക്ക് ഓരോ ട്രേഡ് എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് വരുന്ന മിസ്റ്റേക്ക്, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് വന്നാലും അതിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുകയാണ്. അതൊരു മെൻറ്ററുടെ കീഴിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു യൂട്യൂബ് മാത്രം കണ്ടുകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് അനാലിസിസും ഇതിൻ്റെ ടെക്നിക്സും സ്ട്രാറ്റജീസും ഒന്നും ഒരിക്കലും 100% കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ കൂടുതൽ ആൾക്കാരും ട്രേഡിങ്ങിന് ഒരു സിമ്പിളായിട്ട് കാണുന്നുണ്ട്. അതായത് എനിക്കൊന്ന് ഒരു മൊബൈൽ അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കൂടുതൽ ആൾക്കാരും പറയുന്നതൊന്നും പെട്ടെന്ന് പൈസക്കാരാവാം എന്നൊരു തോട്ടിലും കൂടി ട്രേഡിങ് ആൾക്കാർ ചൂസ് ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷനെ പ്രൈമറി ആക്കി വെക്കാതെ സെക്കൻഡറി ആയിട്ട് വെച്ച് ട്രേഡിങ്ങിനെ ഒരു പ്രൈമറി ആക്കി എടുക്കും. അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അത് വളരെ തെറ്റായൊരു ധാരണയാണ്. ഒരിക്കലും ട്രേഡിങ്ങിൽ വന്നിട്ട് ഒറ്റയടിക്ക് ഒരു പണക്കാരനാവാം എന്നുള്ള ഒരു ചിന്തയായിട്ടും ആരും ട്രേഡിങ്ങിലേക്ക് കടന്നു വന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ആയാലും ട്രേഡിംഗ് ആയാലും അത് അത്രയും ഹാർഡ് വർക്ക് അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് ആവത്തുള്ളൂ. പിന്നെ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാം, ആ ചിന്താഗതിയൊന്നും ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ട് തന്നെ കാര്യമില്ല. ബിക്കോസ് നമ്മൾ കൃത്യത്തിലുള്ള സ്ട്രാറ്റജിയും കറക്റ്റ് ടൈമിലുള്ള ട്രേഡിങ്ങും
നമ്മുടെ മൈൻഡ് സെറ്റും എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാലേ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു സക്സസ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ എന്ന് കഴിയുന്നോ അന്നേ അവനൊരു പെർഫെക്റ്റ് ട്രേഡർ ആവുള്ളൂ. നമ്മൾ ഇന്നിപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എല്ലാം പഠിച്ചു തികഞ്ഞു എന്ന് കരുതിയിട്ട് ട്രേഡിങ് നിർത്തുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഉള്ള ലേണിംഗ് നിർത്തുകയല്ല വേണ്ടത്. ബിക്കോസ് ഓരോ സിംഗിൾ ട്രേഡ് ചെയ്യുമ്പോഴും നമ്മൾ കൂടുതൽ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയൊരു പ്രോസസ്സാണ്. നമുക്ക് ഫ്യൂച്ചർ എപ്പോഴും ഇതിൻ്റെ ലേണിംഗ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ഇതിൽ സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ ഓവറോൾ ഇതുവരെ സ്റ്റോക്ക് കോഡ് എന്നൊരു കോഴ്സ് പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഒരു കോഴ്സായിരുന്നു. അത് ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇതുവരെ പഠിച്ചിട്ട് എന്ത് തോന്നി? ഞാൻ പഠിച്ചിട്ട് വളരെ ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ ആക്ച്വലി ഒരു ഗാംബ്ലിംഗ് പോലെ ഒരു ഫോറക്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ ഒരു പ്രൈസ് ലെവൽ എവിടെ വരും, അത് എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്, അത് എങ്ങനെ അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ വന്ന് പഠിച്ചപ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. എന്താണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് വരെ അറിയില്ലാത്ത ഒരു സിറ്റുവേഷനിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. സോ എങ്ങനെയാണ് ഒരു പ്രൈസ് മൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളടക്കം ഫ്രം ദ ബേസിക് എനിക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാം കൊണ്ടും യൂസ്ഫുൾ ആയിരുന്നു. ട്രെയിനേഴ്സ് എല്ലാ സ്ട്രാറ്റജീസ് പറഞ്ഞ സ്ട്രാറ്റജീസ് കാര്യങ്ങളെല്ലാം വളരെ യൂസ്ഫുൾ ആയിരുന്നു. ബിക്കോസ് ഈ സ്റ്റോക്ക് കോഡിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി മെൻറ്റേഴ്സ് ഒരു ആസ് എ ഫ്രണ്ട് അതുപോലെയാണ് അവർ ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ കൂടെ തന്നെ ഇരുന്നിട്ട് അവർ ഓൾറെഡി എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് ആണ്. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഇരുന്ന് നമുക്ക് ട്രേഡ് എടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്യാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് സ്റ്റോക്ക് കോഡിൽ. സോ അത് ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുള്ളാണ്. ബിക്കോസ് നോർമൽ ബാച്ചിൽ കുട്ടികളൊന്ന് പഠിക്കുന്നുണ്ട്, മീൻസ് ഡിഗ്രിക്ക് പഠിക്കുന്നതും ഇപ്പോൾ 10th കഴിഞ്ഞും +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് ഒരു കുറച്ചുകൂടി മുതിർന്ന ആളിരുന്ന് പഠിക്കുമ്പോൾ ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സ്റ്റോക്ക് കോഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ വിഷയമില്ല. ബിക്കോസ് അതിലൊരു മിനിമം എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് ഉള്ളൊരു ബാച്ചാണ്. കൂടുതൽ കുട്ടികളുണ്ടാവില്ല. അപ്പോൾ നമുക്കെല്ലാം ഈസി ആയിട്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. നാളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ഒരു ഓൺടർപ്രണേഴ്സിന് നിങ്ങൾ ഈ സ്റ്റോക്ക് കോഡ് എന്നൊരു ബാച്ച് സജസ്റ്റ് ചെയ്യും? ഷുവറായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. ബിക്കോസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഫ്യൂച്ചർ തന്നെയാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു ഇൻട്രഡേ FNO അല്ല ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ എല്ലാവരും പഠിച്ചിരിക്കണം. സോ ആർക്ക് വന്നിട്ടും ഇത് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. സ്കിൽഡായിട്ട് ഇരുന്ന് ചെയ്യാൻ ടൈമുള്ള വ്യക്തിക്ക് ഈസി ആയിട്ടും ഇൻട്രഡേയും FNOയും ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അതായത് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഇവിടെ വന്നിട്ട് പറയും, ഓക്കെ നോർമൽ കോഴ്സ് നോക്കും, സ്റ്റോക്ക് കോഡ് അറിയും. അപ്പം ബിസിനസ് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ നിങ്ങൾ എനിക്കൊന്ന് 2 കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് അറിഞ്ഞിട്ട് സ്റ്റോക്ക് കോഡ് ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സ്റ്റോക്ക് കോഡ് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് അതിലുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് നോർമൽ ബാച്ചിലുള്ള ഒരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെ അവരുടെ സിലബസിൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വന്നിരുന്നപ്പോൾ ഞങ്ങളുടെ ബാച്ചിലെ രീതികളും അതിൽ പഠിപ്പിക്കുന്ന രീതിയും മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തേക്ക് ചേഞ്ച് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത വരെ ഉണ്ടായിട്ടുണ്ട്. മേ ബി അവർ അടുത്ത ദിവസം വന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട്, സ്റ്റോക്ക് കോഡിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഓവറോൾ ഹാപ്പിയാണ്? 100%. ഓക്കെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ട്രേഡിംഗ് ജേർണി. അപ്പോൾ അതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. ലേണിംഗ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂ ചെയ്യുക. കാരണം നേരത്തെ തന്നെയാണ് പറഞ്ഞത്, കാരണം ലേണിംഗ് പ്രോസസ്സ് എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇപ്പോഴും ഒരു ലെവലിൽ എത്തിന് എത്ര ഇമ്പ്രൂവ്മെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഏതായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ഫോർ ഇൻവെസ്റ്റിംഗ്. Thank you so much. ഓക്കെ. താങ്ക് യു.